ഹലോ. എടാ കണിയാമല്ലേ, നീ എവിടെയാ? എടാ എവിടെയാടാ നല്ല ഈ താറാവും കപ്പയും കിട്ടുന്നേ? കപ്പയും താറാവും കഴിക്കണമെന്ന് തോന്നുന്നു. ഇവിടെ എന്താ നമ്മുടെ മണിപ്പുഴയിലാണോ കരിമ്പങ്കാലയിലാണോ കിട്ടുന്നത്? തോമാച്ചൻ പറഞ്ഞ് വേറെ എങ്ങാണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. എന്തോ എനിക്കറിയില്ല. എവിടാ പോകേണ്ടത്? അതെന്നെ വർത്താനം പറഞ്ഞു. അതൊരു പരസ്യമല്ലേ? വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടക്കാൻ എന്താ കാര്യം? എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്തേക്കാം. എന്നാ ശരിയടാ. അപ്പൊ അവൻ പറയുന്നത് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുന്നതെന്നാണ് പറയുന്നത്. നിന്റെ ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുന്നത്. ഇവിടെ ഉണ്ട്. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രണ്ട് ഈ സംഭവമാണ് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് നമ്മ പറഞ്ഞ സാധനം. തന്നെ അടുത്തത് ഇതാണ് കപ്പ താറാവ്. ആവി പറക്കുന്ന ചൂട് ചൂട് കപ്പ താറാവ് കണ്ടോ? അടിപൊളി, സൂപ്പർ. എന്തിനാ ആപ്പിലും ഹോട്ടലിലൊക്കെ പോന്നേ? പേരെടുത്ത് പോകണ്ടേ? ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സാധനം ഇവിടെ തന്നെ ഉണ്ടല്ലോ. നോക്കേ, ഉണ്ടോ? അടിപൊളി അടിപൊളി. ഗ്രേവിയൊക്കെ ആണെങ്കിൽ ഓക്കെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതിനായുള്ള താറാവാണിത്. നമുക്ക് പീസാക്കാം. താറാവിനെ കണ്ടോ? ഇവിടെ കിട്ടുന്ന താറാവ് ഇങ്ങനെയാണ് നമുക്ക് പീസാക്കട്ടെ. അതിന് വേണ്ട ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര സാധനം ഇതിനകത്തുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. താറാവിന് സ്വല്പം കുരുമുളക് മുന്നോട്ട് നിൽക്കുന്നതാണ് ഈ താറാവ് കറിക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇത്ര എടുത്ത് എന്നാന്ന് വെച്ചാൽ ഞാൻ കപ്പയുടെ കഴിക്കുന്നുണ്ട്. കപ്പയ്ക്കുള്ള ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഉണ്ട്, കറിവേപ്പിലയും എല്ലാം അതിനൂടെ വേണം. അതിനുവേണ്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ട സവാളയാണ് ഈ എടുത്തിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് സവാളയാണ് കൊടുക്കാം. നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെപ്പർ, ഇതെല്ലാമായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഡക്കെല്ലാം വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം. ഓക്കെ, സവോള, കറിവേപ്പില,
കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൂടെ ചേർക്കാം. ശരി, മിക്സ് ചെയ്യാം. അതിനുള്ള ഉപ്പ് ഒരു വെച്ചിട്ട് പാത്രം വെച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കഴിക്കണേ. ഇവിടെ താറാവ് വേകുന്നു, ഇവിടെ കപ്പ വേകുന്നു. ഇവിടെ താറാവ് വേകുന്നു, ഇവിടെ കപ്പ വേകുന്നു. കല്യാണം, പാലുകാച്ച്, താലികെട്ട്, പാലുകാച്ച്, താലികെട്ട്, പാലുകാച്ച്. നമ്മുടെ കപ്പയായിട്ടുണ്ട്. നമുക്ക് അരത്തി ചേർത്ത് നമ്മുടെ കപ്പ ഒന്ന് ശരിയാക്കി എടുക്കാവേ. ഓക്കെ, നമ്മുടെ കപ്പ ശരിയായി. ഇതൊന്ന് ഇളക്കി ശരിയാക്കി എടുത്താൽ കപ്പ റെഡി. നമ്മുടെ താറാവ് വെന്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി അല്ല ഈ സവോള എല്ലാം മഴിച്ച് അതിനകത്ത് ഇടാൻ പോവാണേ. കുരുമുളക് പൊടി, ഇതാണ് എൻ്റെ സ്വന്തം ഗരം മസാല. അപ്പോൾ താറാവും കപ്പയും കണ്ടല്ലോ. എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പറായി. ഓക്കെ.